ഹലോ ഫ്രണ്ട്സ്, വണ്ടി നിസ്സാൻ സണ്ണിയാണ്. സണ്ണി 2013 മോഡൽ വണ്ടി ഏകദേശം 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ടാണ്. ഒന്ന് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഫ്രണ്ട് കിടുക്ക് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സ്റ്റഡ് മൗണ്ട് ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. പിന്നെ ഫ്രണ്ട് ഏജിൽ ചെറിയ സൗണ്ടുകൾ കടപട എന്നുള്ളൊരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റോ സെക്കൻഡ് ഏത് ഗിയർ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ഒരു വലിവ്, റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ ഇങ്ങനെ വലിച്ചിട്ട് പോകണം വണ്ടി. അത് വെച്ച് കഴിഞ്ഞാൽ അത് ലോറാമിൻ്റെ ബുഷ് കാര്യങ്ങൾ പോകുമ്പോഴാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറ് പൊതുവെ. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് അതാണ് മെയിനായിട്ട് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. ഹൈവേയിലൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ 60 കിലോമീറ്റർ മേലെ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു പാളിച്ച, വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പോലെ എവിടേക്കൊക്കെ എടുത്തിട്ട് പോകുന്ന മാതിരി. നമുക്കിങ്ങനെ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ അനങ്ങാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയേ പോകും. പക്ഷേങ്കിൽ ആക്സിലറേഷൻ ഒന്നും കൊടുക്കുകയോ കുറച്ച് സ്പീഡ് കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്ന് പക്കയായിട്ട് നോക്കണം. അപ്പം മെയിനായിട്ട് ലോറാമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് വലിച്ചിട്ട് പോകാം വണ്ടി. എന്താ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടില്ല. അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് ഇത് തന്നെയാണ്. ഒന്ന് സ്റ്റഡ് മൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോറാമിൻ്റെ പ്രശ്നം കൊണ്ടാണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ലോറാം എന്ത് കംപ്ലയിൻറ്റ് പറ്റിയിരിക്കണം, ഇനി പുഷ് പൊട്ടിയതാണോ, ഇനിയിപ്പോൾ ലോറാമിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണോ എന്നാന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത് നമുക്ക് അഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അതെന്താണെന്നുള്ളത് അഴിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ലോറാം അഴിച്ചിട്ടുണ്ട്. ലോറാമിൻ്റെ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് ഈ സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലായിട്ടും പൊട്ടിപ്പോയിരിക്കുന്നത്. അല്ലേ, ഇത് പോയതുകൊണ്ടാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി അലൈൻമെൻറ്റ് കറക്റ്റ് ആവാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രം ലോറാമിൻ്റെ ബോൾ ജോയിൻറ്റും അടിയില്ല, പക്ഷേ നല്ലോണം ലൂസായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സെറ്റോട് കൂടി തന്നെ മാറ്റിവിടാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താ വെച്ചാൽ ബുഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുന്നുള്ള കാര്യം നമുക്കത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ബുഷുകളൊക്കെ ഇപ്പോൾ ഇത്തിരി അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇത്തിരി ഭയങ്കര മോശമായിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഫോർഡ് ഇതുപോലെ നിസ്സാൻ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊന്നും ചിലപ്പോൾ ബുഷ് ഇട്ടാൽ നിൽക്കില്ല. അപ്പോൾ നമുക്കിത് അസംബ്ലായിട്ട് തന്നെ ഇത് മാറ്റിവിടാം. 2 ലോവറാം മാറ്റിവിടാം. അതുപോലെ സ്റ്റഡിൻ്റെ മൗണ്ട് മാറ്റിവിടാം. സ്റ്റഡ് മൗണ്ടാണ് നമുക്ക് തിരിക്കുമ്പോൾ കട സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷോക്ക് വെച്ചിട്ട് അതിൻ്റെ മൗണ്ട് ബെയറിങ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഗ്രീസ് ചെയ്തിട്ട് കയറ്റിയാൽ ആ സൗണ്ട് നിൽക്കും. എന്താണെന്നുള്ളത് അഴിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സണ്ണിയുടെ കിറ്റ് മാറ്റിയിട്ടുണ്ട്. ഈ ബെയറിങ് ആയിരുന്നു നേരത്തെ സ്റ്റക്കായിരുന്നത്. ഇതിപ്പോൾ പക്ക ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട് 2 സൈഡ്. അങ്ങനെ തിരിഞ്ഞാൽ തന്നെ എന്താ പറയുക, ഇതിൻ്റെ മുകളിലാണ് മൗണ്ട് ഇരിക്കുന്നത്. ആ മൗണ്ടിൽ കറക്റ്റായിട്ട് ബെയറിങ് തിരിഞ്ഞാൽ തന്നെ സൗണ്ട് ഇല്ലാതെ കറക്റ്റായിട്ട് ഇതാവുള്ളൂ. അപ്പോൾ കിറ്റ് മാറ്റിയിട്ടുണ്ട്. ബെയറിങ് ഇപ്പോൾ കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് പൊസിഷനിൽ തിരിയുന്നുണ്ട്. അതുപോലെ ലോവറാകുമ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് അതിനകത്ത് സെറ്റ് ചെയ്യും. ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ മാറ്റിയിരിക്കുന്നത് ഫ്രീ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നിസ്സാൻ സണ്ണിയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിർത്തിയിട്ടിട്ട് തിരികുമ്പോൾ ഒരു കടപ്പെട്ടുന്ന സൗണ്ട് കടക്കെന്ന് പറഞ്ഞിട്ട് സ്റ്റഡ് മൗണ്ടിൻ്റെ അവിടെ നിന്ന് സൗണ്ട് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് പുള്ളിങ്ങനെ ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കും. ലോവറാമിൻ്റെ പുഷ് കിറ്റ് കംപ്ലീറ്റ് പോയതാണ്, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിക്കുമ്പോഴുള്ള സൗണ്ട് പക്ക സോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ. ആണല്ലേ, പക്കയായിട്ടുണ്ട്. അപ്പോൾ ആ മൗണ്ടിൻ്റെ ആ സൈഡിൽ വരുന്ന ആ ബെയറിങ്, മൗണ്ടിൻ്റെ താഴെ വരുന്ന ആ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ കൂടുതൽ ഈ കിടുക്ക് എന്നുള്ളൊരു സൗണ്ട് അതിനകത്ത് വരുന്നത്. അത് മാത്രമല്ല നമ്മൾ ആ ബെയറിംഗ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് കിടുക്ക് എന്നുള്ളൊരു സൗണ്ട് അതിനകത്ത് എന്തായാലും വരും. അപ്പോൾ ഇതിപ്പോൾ പക്കയായിട്ട് ഇനി നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ആ സൈഡ് പുള്ളിങ് കൂടെ ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. നേരത്തെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം വലിച്ചിട്ട് പോവുകയാണ്. അലൈൻമെൻറ്റ് പക്കയായിട്ട് ചെയ്യണം. അലൈൻമെൻറ്റ് പക്ക പോയിട്ടുണ്ട് ഇപ്പം. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ സൈഡിലേക്കാണ് നിൽക്കുന്നത്. കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് നോർമലി വലിച്ചിട്ട് പോകും. നേരത്തെ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ നോർമലി കൈ വിട്ട് കഴിഞ്ഞാൽ
റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് പുള്ളിങ് ഉണ്ട്. അത് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് പോവാണ്. അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അലൈൻമെൻറ്റ് ചെയ്ത് കറക്റ്റാവും. നേരത്തെ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ വലിച്ചിട്ട് പോകുന്ന കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അത് ആ ലോ റാമിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 80 കിലോമീറ്റർ സ്പീഡിലൊന്നും വണ്ടി പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര വബ്ലിംഗ് ആണ്, തെന്നി നീങ്ങുന്ന പോലെ. വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് വണ്ടിക്ക് തന്നെ അറിയുള്ളൂ, നമുക്ക് കൺട്രോൾ കിട്ടില്ല. ആ ഒരു രീതിയിലായിരുന്നു നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 80-100 നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയായിട്ട് തന്നെ ഇതാണ്. മൗണ്ടിൻ്റെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്, കിടക്കുന്നൊരു അടി വരുന്നുണ്ട്. അത് 3 മൗണ്ടും കൂടെ ഒരുമിച്ച് മാറ്റി വിടണം. ചെറിയൊരു വൈബ്രേഷനും ഉണ്ട്, എന്നാലും അത് മൊത്തമായിട്ട് ക്ലിയർ ആവുള്ളൂ. അലൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പക്കയായി, വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പുള്ളിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങൾ കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇങ്ങനെ കാല് കൊടുക്കാനേ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വലിച്ചുകൊണ്ട് പോകും. വലിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം വലിച്ചിട്ട് പോവുകയാണ്. നമുക്ക് കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ആവുക. അത്രയും വലിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു നേരത്തെ. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോ റാമിലാണ് വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് ഇതിൽ നമുക്ക് അലൈൻമെൻറ്റിൽ ടോ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ, ബാക്കിയൊന്നുമില്ല. ബാക്കിയൊക്കെ ഈ അലൈൻമെൻറ്റ് കംപ്ലീറ്റും പക്ക പെർഫെക്റ്റ്ലി നിൽക്കുന്നത് ഈ ലോ റാമിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ലോ റാം പുഷിന് എന്തെങ്കിലും ഒന്ന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീങ്ങുമ്പോൾ അതിൻ്റെ കാസ്റ്ററിന് വ്യത്യാസം വരും. കാസ്റ്ററിന് വ്യത്യാസം ഏത് വീലാണോ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ സൈഡിലേക്കായിരിക്കും വണ്ടി വലിച്ചിട്ട് പോവുക. വലിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വീലാണ് ഫ്രണ്ടിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വലിച്ചിട്ട് പോകും. അങ്ങനെയാണ് വലിച്ചിട്ട് പോകുക. ആ ഒരു കംപ്ലൈൻ്റാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ വണ്ടി പക്കയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.